ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളൊരു വെഡ്ഡിങ് റിസപ്ഷന് പോവാണ്. ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള സുരേന്ദ്രൻ അങ്കിളിൻ്റെ മോളുടെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും റെഡിയായിട്ട് ഇറങ്ങി. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പെയിനാണ്, ഈ റിസ്റ്റ് ആൻഡ് തമ്പ് റീജിയനായിട്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എന്താണെന്ന് അറിയുന്നില്ല, കാരണം ഞാനപ്പം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതെന്താണെന്നൊക്കെ വരുന്ന ഷോർട്സിൽ ഞാൻ പറയുന്നതായിരിക്കും. കണ്ടോ, ഞാൻ പെയിൻ കാരണം ഇങ്ങനെ കൈ കുടഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തതല്ല, ഈ തുളസി തന്നെ ഉണ്ടായി വന്ന തുളസിയാണ്. അപ്പം അച്ഛനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷന് പോവാണ്. റിസപ്ഷൻ വന്നിട്ട് രാജസൂയം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. മൺഡേ ആയിരുന്നു മാരേജ്, റിസപ്ഷൻ വന്നിട്ട് സൺഡേ. പക്ഷേ മൺഡേ ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ റിസപ്ഷന് പോയത്. ഇത് ചേച്ചിയുടെ അമ്മയാണ്. അതേപോലെ തന്നെ ഇതാണ് സുരേന്ദ്രൻ അങ്കിള്, ചേച്ചിയുടെ അച്ഛനാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ ചേച്ചി ഭയങ്കര സ്വീറ്റാണ്. അതേപോലെ തന്നെ ചേച്ചി ഭയങ്കര ആക്റ്റീവുമാണ്. ഒന്നെങ്കിൽ ചേച്ചി എപ്പോഴും പഠിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ട്യൂഷൻ എടുക്കുന്നതാണ് ഞാൻ എപ്പോഴും ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കാണാറ്. അത്രയും വർക്ക് ചെയ്യുന്ന ഒരാളാണ് ചേച്ചി. സോ ഞങ്ങളുടെ നെയ്ബേഴ്സിനെയൊക്കെ കണ്ടു, അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഫുഡും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെളിയിൽ ചായ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ മൂന്നാളും അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് വെട്ടുകാട് പള്ളിയിലും കൂടെ പോവാൻ. കാരണം ഞാനിവിടെ വന്നിട്ട് ഇത്തവണ വെട്ടുകാട് പള്ളിയിൽ പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ഒരു മസ്റ്റ് ആയിട്ടും പോകുന്നൊരു സ്ഥലമാണ് വെട്ടുകാട് പള്ളി. എൻ്റെ ഷോർട്സൊക്കെ കാണുന്നവർക്ക് എന്തായാലും അറിയായിരിക്കും. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ലൈവായിട്ട് തന്നെയാണ് ആൻറ്റി ചായയൊക്കെ ഉണ്ടാക്കി തരുന്നതും. അതേപോലെ തന്നെ സ്നാക്സ് പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞു തിരിച്ചിറങ്ങുകയാണ്. ഇനി നേരെ പോകുന്നത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. ഇനി ഒരുപാട് താമസിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെട്ടുകാട് പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ മെഴുകുതിരിയൊക്കെ കത്തിക്കാനുണ്ട്, അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഉണ്ട്. ഞാനിവിടെ എന്ത് പറഞ്ഞാലും എനിക്ക് നടത്തി തരാറുണ്ട്. അത്ര വിശ്വാസമാണ് എനിക്ക്, വർഷങ്ങളായിട്ടുള്ളൊരു വിശ്വാസമാണ് ഇവിടെ. ഇത്തവണ ഞാൻ ഒരു മെഴുകുതിരി മാത്രമേ കത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ കൈക്കൊരു പെയിൻ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അത് കാരണം എനിക്കിങ്ങനെ ബെൻഡ് ചെയ്ത് കത്തിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. സോ ഫുൾ അമ്മയും അച്ഛനും കൂടെയാണ് കത്തിച്ചതും എല്ലാം. എൻ്റെ ഈ റിസ്റ്റിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ വരുന്ന ഷോർട്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ഡേയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബൈ.